ദിവസവും പുതിയ ടിപ്സുകൾ ലഭിക്കുന്നതിന് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ ടിപ്സുകളുടെയും നോട്ടിഫിക്കേഷൻസ് മുടങ്ങാതെ നിങ്ങൾക്ക് കിട്ടുന്നതിന് ബെൽ ബട്ടൺ കൂടി അമർത്തുക. നമസ്കാരം. സ്ത്രീകളുടെ മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊരു ഡിസ്കഷൻ എന്ന് ഞാൻ പറഞ്ഞത് തന്നെ ഇതിൽ എല്ലാവരും ഒരു പക്ഷേ ഇങ്ങനെ ആയിരിക്കണമെന്നില്ല. ജനറലൈസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. പലപ്പോഴും ഒരു റിലേഷൻ, എസ്പെഷ്യലി മാരീഡ് റിലേഷൻസിൽ സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അല്പം കൂടെ അടുപ്പം വരാൻ, അല്ലെങ്കിൽ പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ ചില കാരണങ്ങൾ. ഇതിന് നമ്മളൊരു സൊല്യൂഷൻ നോക്കുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ നോക്കാം. ഒന്നുകിൽ ഇതിൽ പലതും നമ്മുടെ തോന്നലുകളാണ് എന്ന് സ്ത്രീകൾക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം, അല്ലെങ്കിൽ ഇതൊക്കെ ഒരു സൈക്കോളജിക്കൽ ഫാക്ട്സ് ആണ്, അല്ലെങ്കിൽ സ്ത്രീകളെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, അവർക്ക് ജനറലി ഉണ്ടാകാറുള്ള ചില തോന്നലുകളാണ് ഇങ്ങനെ, അതിനെ ആ രീതിയിൽ കൈകാര്യം ചെയ്താൽ മതി എന്ന് പുരുഷന്മാർ വിചാരിച്ചാലോ തീരാവുന്ന ചില ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഉള്ളൊരു കാര്യമാണ് കെയർ എന്ന് പറഞ്ഞാൽ ചിലർ ഇഷ്ടപ്പെടുന്നത് കൊച്ചു കുട്ടികളെ പോലുള്ള പാമ്പറിങ് ആയിരിക്കും. ചിലർ ഇഷ്ടപ്പെടുന്നത് എല്ലാ കാര്യങ്ങളിലും തൻ്റെ പങ്കാളിയുടെ ഒരു ശ്രദ്ധ കൂടുതൽ വേണം, അല്ലെ തൻ്റെ കാര്യങ്ങൾക്ക് അർഹിക്കുന്ന പരിഗണന കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ. അതെല്ലാ സ്ത്രീകളും ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ്, ആഗ്രഹിക്കുന്ന കാര്യമാണ്. നമ്മൾ ചിലപ്പോൾ അവർക്ക് വേണ്ടി ചെയ്യുന്ന വലിയ വലിയ കാര്യങ്ങളെക്കാളും അവർ പലപ്പോഴും ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി വാശി പിടിക്കുകയും പിണങ്ങുകയും ഒക്കെ ചെയ്യുന്നത് ആ ചെറിയ കാര്യങ്ങളിലാണ് അവർ ആ കെയർ കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ അവരാഗ്രഹിക്കുന്ന മറ്റൊരു കാര്യമാണ് അംഗീകാരം, അതായത് അപ്രീസിയേഷൻ. നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ, അവരുടെ കാര്യങ്ങൾ പോലും മാറ്റി വെച്ച് ചെയ്യാൻ സ്ത്രീകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരല്ലെങ്കിൽ അതിനുവേണ്ടി എഫേർട്ട് എടുക്കും. പക്ഷേ ഇപ്പം നല്ല വാക്ക് പ്രതീക്ഷയില്ലെങ്കിൽ കൂടി ആ ഒരു സമയത്ത് വരുന്ന കുറ്റപ്പെടുത്തലുകൾ ചിലപ്പോൾ അവർക്ക് താങ്ങാൻ ഉണ്ടാകുന്നില്ല. അതായത് ചിലപ്പോൾ അവരുടെ മറ്റു തിരക്കുകൾ മാറ്റി വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം ശാരീരികമായ എന്തെങ്കിലും അസ്വാസ്ഥ്യം ഉണ്ടെങ്കിൽ അത് കണക്കിലെടുക്കാതെ ആയിരിക്കും. അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ പല കാര്യങ്ങളും അവർ ചെയ്തു വെക്കുന്നത്. അപ്പം ചിലപ്പോൾ പിഴവുകൾ ഉണ്ടായേക്കാം. അപ്പോൾ ആ എടുത്ത എഫേർട്ടിനൊരു അപ്രീസിയേഷൻ കൊടുക്കാതെ പകരം അതിനകത്തെ കുറവുകൾ കണ്ടുപിടിക്കുകയോ ക്രിട്ടിസൈസ് തീരെ ഇഷ്ടപ്പെട്ടു എന്ന് വരികയില്ല, അല്ലെങ്കിൽ അതൊരു വിഷമിച്ചു എന്ന് വരാം. പ്രത്യേകിച്ച് സ്ത്രീകളുടെ മനഃശാസ്ത്രത്തെ ക്രിറ്റിസിസം, ഈ കുരുത്തലുകൾ അവർക്ക് ഇഷ്ടപ്പെടാൻ കഴിയുമെങ്കിൽ ഇപ്പോൾ ഒരു കാര്യത്തിന് കുറ്റപ്പെടുത്തുന്നത് പോലും ഒരല്പം കൂടി ഒരു നല്ലൊരു മൂഡിലിരിക്കുന്ന സമയത്ത് ഒരു സ്നേഹം നിറഞ്ഞ രീതിയിലൂടെ പറഞ്ഞു കൊടുക്കാമെങ്കിൽ. കാരണം ഉപദേശങ്ങൾ അവർക്ക് ഇഷ്ടമല്ല എന്നില്ല, ഉപദേശങ്ങൾ ഇഷ്ടമാണ്, പക്ഷെ അതൊരു കുറ്റപ്പെടുത്തലിൻ്റെ രീതിയിലാകുമ്പോൾ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്തു എന്ന് വരില്ല. ഇതൊക്കെ ഒരു സൈക്കോളജിക്കൽ ഫാക്ട്സിന് മാത്രം പ്രശ്നങ്ങളാണ്. അതുപോലെ മറ്റൊരു കാര്യമാണ് സമയവും സാന്നിധ്യവും, ദ ടൈം ആൻഡ് പ്രസൻസ്. നിങ്ങളുടെ സമയവും ഒരല്പസമയം അവർക്ക് വേണ്ടി മാറ്റി വെക്കുന്നുണ്ടെന്ന് തോന്നല്, അല്പം നേരം അവരോടൊപ്പം ചെലവഴിക്കാൻ മെനക്കെടുന്നുണ്ടെങ്കിൽ, ഇതൊക്കെ അവർ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ്. നിങ്ങളുടെ വലിയ തിരക്കിൻ്റെ ഇടയിൽ കുറച്ച് നേരം അവരുടെ കാര്യങ്ങൾ, അവരുടെ ചെറിയ കാര്യങ്ങളായിരിക്കും. ശരിയാണ്, ഒരു പക്ഷേ നിങ്ങളുടെ മറ്റു കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഭാര്യയ്ക്ക് പറയാനുള്ളത് വളരെ ചെറിയ കാര്യങ്ങളായിരിക്കാം, നിങ്ങൾക്ക് സില്ലി എന്ന് തോന്നുന്ന കാര്യങ്ങളായിരിക്കാം. എങ്കിലും ഒരു കൊച്ചുകുട്ടികൾക്ക് നമ്മൾ ചിലപ്പോൾ കൊടുക്കാറുള്ള ഒരു ശ്രദ്ധയില്ലേ, അതുപോലെ അവൾക്ക് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്, അല്ലെ അവൾ എന്തിനാണ് അവൾ കാരണം ഇപ്പോൾ എസ്പെഷ്യലി ജോലിക്കൊക്കെ പോകാത്ത ഭാര്യമാരാണെങ്കിൽ രാവിലെ മുതൽ വൈകോളം അവർ വെയിറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ കൂടെ കിട്ടുന്ന കുറച്ച് സമയമാണ്. ഈ ജോലിക്ക് പോകുന്നവരുടെ കാര്യത്തിൽ ഒരു വ്യത്യസ്തമൊന്നുമില്ല. ബാക്കി എവിടെ നടന്നാലും അവർ പ്രതീക്ഷിക്കുന്നത് ആ വൈകിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ എപ്പോഴാണോ നിങ്ങളെ ഫ്രീ ആയിട്ട് കിട്ടുന്ന കുറച്ച് സമയം നിങ്ങളുടെ കൂടി ഇരിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പം നിങ്ങളുടെ കുറച്ച് സമയം അല്ലെങ്കിൽ പ്രസൻസ് അതിനുവേണ്ടി കൊടുക്കാൻ, അല്പനേരം മാറ്റി വെക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഈ പ്രകടമാകാത്ത സ്നേഹം പിശുക്കൻ്റെ ക്ലാവ് പിടിച്ച നാണ്യശേഖരം പോലെയാണെന്ന് പറയാറുണ്ട്. അത് ഒരു പരിധി വരെ പലപ്പോഴും അത് ശരിയാണ്. കാരണം നിങ്ങൾക്കുള്ളിൽ ഒരുപാട് സ്നേഹം ഉണ്ടായിരിക്കാം, പക്ഷെ നിങ്ങളത് പ്രകടിപ്പിക്കുന്നില്ലെങ്കിൽ, ഇപ്പം എക്സ്പ്രസ് ചെയ്താലേ സ്നേഹമാവുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമ്മളുടെ കൂടെയുള്ള ആളുകൾ അവർ ജീവനോടിരിക്കുമ്പോൾ അവർ നമ്മൾ കൂടെ ഉള്ളപ്പോൾ പ്രകടിപ്പിച്ചില്ലെങ്കിൽ പിന്നെ ആ സ്നേഹം നമ്മൾ എപ്പോഴാണ് പ്രകടിപ്പിക്കുക? അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമുള്ള സ്നേഹമൊക്കെ കുറച്ചും കൂടെ എക്സ്പ്രസീവായിട്ട് പ്രതീക്ഷിക്കുന്നവരാണ് സ്ത്രീകൾ, അവരത് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ എക്സ്പ്രഷൻ ഓഫ് ലവ് അത് തീർത്തും വളരെ അധികം അനിവാര്യമായ ഒരു കാര്യമാണ്. അതുപോലെ അവർക്ക് അറിയാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തിലെങ്കിലും ഒരു പുറകോട്ട് മാറി നിൽക്കുമ്പോൾ ഒരു സപ്പോർട്ട് കൊടുത്ത് അവരെ എൻകറേജ് ചെയ്ത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ, ഇപ്പോൾ തനിയെ കടയിൽ പോകാൻ മടിയുള്ളവരുണ്ടായിരിക്കാം, അപ്പോൾ ഒരു ധൈര്യം കൊടുത്തിട്ട് നീ ഇത് പോകണം എന്ന് പറയുന്ന, അതേപോലെ ഇത് കുറ്റപ്പെടുത്താതെ ഒരു സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കാൻ പറ്റുക, ലോകം തന്നെ കീഴടക്കാൻ പറ്റും. ആ രീതിയിലാണ് ശരിക്കും സ്ത്രീകൾക്ക് വേണ്ടത്, അങ്ങനെ ഒരു സപ്പോർട്ട്. ഇപ്പം ഭർത്താവിൻ്റെ രീതിയിൽ നിന്ന് മാത്രമല്ല, സ്വന്തം വീട്ടിൽ അച്ഛനാണെങ്കിലും ആങ്ങളെയാണെങ്കിലും അവർ കൊടുക്കുന്ന ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര
ഇതൊന്നും ഇല്ലാത്തവർ മുന്നോട്ട് വന്നിട്ടില്ലേ എന്നായിരിക്കാം ചോദ്യം ചോദിക്കുക. പക്ഷെ ഒരു കുടുംബത്തിലായിരിക്കണം, നമ്മളൊരു കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്ക് അല്ലെങ്കിൽ അവിടുത്തെ സന്തോഷത്തിന് വേണ്ടി പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ കൂടുതലൊരു പങ്കാളിയുടെ സപ്പോർട്ടോളം വരത്തില്ല മറ്റൊന്നും. അപ്പം ഇപ്പം ഡ്രൈവിംഗ് പഠിക്കാൻ മടിച്ചു നിൽക്കുന്നവരാണെങ്കിൽ, ഡ്രൈവിംഗ് അറിയാത്തവരാണെങ്കിൽ നിങ്ങളും കൂടെ ഒരു എഫേർട്ട് എടുത്ത് അവരെ ഡ്രൈവിംഗ് പഠിക്കാൻ, ദേഷ്യപ്പെട്ടോ ഒന്നുമല്ല, ഒരു നല്ല രീതിയിൽ അത് പഠിപ്പിക്കാൻ ശ്രമിക്കാം. നീന്തൽ അറിയാത്തവരാണെങ്കിൽ അതുപോലെ എന്തെങ്കിലും അവർക്ക് എന്തിനാണോ താല്പര്യം അതിന് എൻകറേജ് ചെയ്യുക ഒന്നും കൂടി. പിന്നെ ധൈര്യക്കുറവുള്ളിടത്ത് സപ്പോർട്ട്, നല്ല ധൈര്യം കൊടുക്കുക, എൻകറേജ് ചെയ്യുക, ധൈര്യം കൊടുക്കുക ഒക്കെ ചെയ്യാം. പിന്നെ അവർ വെച്ച് തരുന്ന വിഭവങ്ങൾ, അതിപ്പോൾ ഒരല്പം കുറവുകൾ അതിനുണ്ടെങ്കിലും അവരെടുത്ത എഫേർട്ടിനെ അപ്രീഷിയേറ്റ് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ഒരു സ്നേഹത്തോടെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. പിന്നെ അവരുടെ ഇഷ്ടങ്ങൾ എന്താണോ, ഇപ്പോൾ ഒരു ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ചിലപ്പം വലിയ കാര്യമുണ്ടെന്ന് തോന്നാത്ത ചിലപ്പോൾ ഹോബികളോ താല്പര്യങ്ങളോ ഒക്കെ ആയിരിക്കും അവർക്ക്. ഇപ്പം നിങ്ങൾക്കൊരു പക്ഷേ പാട്ടിനോട് ഇഷ്ടം ഉണ്ടായിരിക്കില്ല, പക്ഷെ അവർക്കത് ഇഷ്ടമാണ് എന്ന് കണ്ടാൽ അതിനും ആ ഒരു റെസ്പെക്റ്റ് കൊടുക്കുക, അതിനവരെ സപ്പോർട്ട് ചെയ്യുക. കോമൺ ആയിട്ട് സംസാരിക്കാനുള്ള സബ്ജക്റ്റുകൾ ഉണ്ടാക്കുക. അപ്പം നിങ്ങൾക്ക് പൊളിറ്റിക്സ് ഇഷ്ടമാണ് അല്ലെങ്കിൽ സ്പോർട്സ് ഇഷ്ടമാണ്, ഭാര്യയ്ക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല, പക്ഷെ ചിലപ്പോൾ നിങ്ങളുടെ കൂടെ വന്നിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അവർ വന്നിട്ട് നിങ്ങളോട് എന്തെങ്കിലും ചോദിക്കും. അപ്പം കളിയാക്കി വിടാതെ, അല്ല നിനക്കറിയാവുന്ന കാര്യങ്ങളിൽ ഇടപെട്ടാൽ പോരെ, നിനക്കറിയാവുന്നത് സംസാരിച്ചാൽ പോരെ എന്ന് ചോദിക്കാതെ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവുന്ന പോലെ, കാരണം അത്രയും ഫ്രീ ആയിട്ട് അവർക്ക് ചോദിക്കാൻ പറ്റുന്ന മറ്റൊരാളില്ല. അപ്പോൾ അവർക്ക് അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ അത് ആ സെൻസിൽ അവർക്ക് മനസ്സിലാവുന്ന പോലെ പറഞ്ഞു കൊടുക്കുക. 1-2 വട്ടം പറഞ്ഞ് ക്ലിയർ ആയെങ്കിൽ ഒരല്പം എഫേർട്ട് എടുക്കുക, ഒരല്പം കൂടെ കരുതൽ. ഇതൊക്കെ എനിക്ക് തോന്നുന്നു വിവാഹത്തിന് മുന്നേ പ്രണയിച്ചവർക്കറിയാം. പ്രണയിക്കുന്ന സമയത്ത് നമുക്ക് കൂടുള്ള ആൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും അല്ലെ, അന്നേരം എഫേർട്ട് എടുക്കാനൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഒരു ദാമ്പത്യ ജീവിതത്തിലോട്ട് വന്നു കഴിയുമ്പോൾ പലപ്പോഴും ഇതിൽ നമ്മൾ മാറിപ്പോകും. അപ്പോൾ ഒരു കാമുകിക്ക് കൊടുക്കുന്ന അതേ പരിഗണന അല്ലെ ആ കാര്യത്തിലാണ് നിങ്ങൾ എങ്ങനെ എഫേർട്ട് എടുക്കുമായിരുന്നു, എടുത്തടിച്ചോട്ട് ചൂടാവാൻ നിങ്ങൾക്ക് അന്നേരം സംസാരിക്കാൻ അറിയാം, അതേപോലെ ഒരു പരിഗണന നിങ്ങളുടെ ഭാര്യയ്ക്കും കൊടുക്കുക. അപ്പം ഭയങ്കര ഈ ഹാൻഡിൽ വിത്ത് കെയർ എന്ന് പറയുന്നത് തൊട്ട് ഭയങ്കര സെൻസിറ്റീവാണ് സ്ത്രീകൾ, പലരും ഭയങ്കര സെൻസിറ്റീവാണ്. അത് ഇൻബിൽറ്റ് ആയിട്ട് അവരുടെ ഹോർമോൺസ് അല്ല, അവരുടെ സൈക്കോളജിക്കൽ ഇതൊക്കെ അങ്ങനെയാണ് കുറേയൊക്കെ. ഇപ്പം ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പോൾ പുരുഷന്മാർ മാത്രം ശ്രദ്ധിക്കേണ്ട എന്നല്ല. ഇപ്പം സ്ത്രീകൾക്കാണെങ്കിലും ഒരു പരിധി വരെ മനസ്സിലാക്കാം, ഞങ്ങൾക്ക് ഈ കെയറിങ് കിട്ടുന്നില്ല എന്ന് തോന്നുന്നതൊന്നും അവർ സ്നേഹിക്കാഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ ചിലപ്പം പുരുഷന്മാരുടെ സൈക്കോളജി അത് മറ്റൊരു പാർട്ടാണ്. അതിൽ 2 കൂട്ടർക്ക് ആർക്ക് വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഒന്നും കൂടെ ഹാൻഡിൽ ചെയ്യാൻ എളുപ്പവും സന്തോഷം വരുന്നത് സ്ത്രീകളുടെ ഈ ഒരു മനഃശാസ്ത്രം അറിഞ്ഞു നിൽക്കുന്നതാണ് ഒന്നും കൂടെ എളുപ്പം. ഇപ്പം അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന് എന്നോട് സ്നേഹമുണ്ട്, അത് പ്രകടിപ്പിക്കാത്തതാണ് എന്നുള്ളൊരു രീതിയിൽ ഒരു സ്ത്രീ മനസ്സിലാക്കി ഭയങ്കര സീരിയസ് ആയിട്ടൊരു ലൈഫ് മുന്നോട്ട് പോകുന്നതിലും ഒരല്പം കൂടെ, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന് എന്നോട് സ്നേഹമുണ്ട്, പുള്ളി അത് പ്രകടിപ്പിക്കാത്തതാണ്, അതുകൊണ്ട് ഞാനും അങ്ങനെ നിൽക്കാം, മനസ്സിൽ സ്നേഹമുണ്ടല്ലോ എന്ന് കരുതി സ്ത്രീയും പുരുഷനെ പോലെ തന്നെ മാറുന്നതിനേക്കാളും അല്ലെ അങ്ങനെ ഒരു രീതിയിലാവുന്നതിനേക്കാളും എന്തുകൊണ്ട് നല്ലത്, അല്ലെങ്കിൽ കുറേ കൂടെ ജീവിതത്തിൽ ഒരു സന്തോഷമോ അല്ലെങ്കിൽ നമുക്ക് അല്പം കൂടെ കളർഫുൾ ആവുന്നത് രണ്ടുപേരും കൂടെ ആ സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്ന ഒരു രീതിയിലോട്ട് മാറുമ്പോഴായിരിക്കും. ആരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ ശ്രമിക്കുക, എന്തുകൊണ്ടാണ് സ്ത്രീകൾ ഇങ്ങനെ പെരുമാറുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പുരുഷന്മാരിങ്ങനെ പെരുമാറുന്നത്. അപ്പോൾ പലപ്പോഴും ജോലി കഴിഞ്ഞ് തിരക്കിലും ഒക്കെ വരുന്ന പുരുഷന്മാരുടെയൊക്കെ നേരെ ഒരു കെട്ട് പരാതികളുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ദേഷ്യമേ വരുത്തും. അപ്പോൾ അത് സ്ത്രീയും മനസ്സിലാക്കുക, ജോലി കഴിഞ്ഞ് വരുന്ന സമയം ഞാൻ സഹായിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ മാത്രമായിട്ടൊരു അല്പം വീട്ടിലിരിക്കുന്ന സമയത്ത് പറയേണ്ട രീതിയിൽ പറയുക. ആ രീതിയിൽ സ്ത്രീകളും കൂടെ ശ്രദ്ധിക്കാമെങ്കിൽ ഭയങ്കര സന്തോഷം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പൊതുവെ ഒരുപാട് എക്സ്പ്ലനേഷൻ കൊടുക്കാനും ഒരുപാട് സംസാരിക്കാനും അങ്ങനെ പല പുരുഷന്മാരും ഇഷ്ടപ്പെടാറില്ല. പക്ഷേ ക്ലിയർ ചെയ്യേണ്ട കാര്യങ്ങൾ, ദാമ്പത്യത്തിൽ പരസ്പരം സംസാരിക്കേണ്ട കാര്യങ്ങൾ സംസാരിക്കാനുള്ള സമയവും അതിനുള്ള മനസ്സും കണ്ടെത്താം. നമ്മുടെ ഇടയിലൊക്കെയുള്ള പല പ്രശ്നങ്ങളും അതിലൂടെ തന്നെ മാറി. അപ്പം ഇതൊരു 2 പേരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ കൂടുതലായിട്ട് ഞാൻ ഊന്നൽ കൊടുത്ത് പറഞ്ഞത് സ്ത്രീകളുടെ മനഃശാസ്ത്രത്തെക്കുറിച്ചാണ് എന്ന് മാത്രമേ. ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ്സായി രേഖപ്പെടുത്തുക. നന്ദി.